ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ JEE, JEIT, DMS ആൻഡ് CMA എന്നീ പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 2/1/2019 മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. കുറേ പേരെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെയാണ് കൂടുതൽ ഒഴിവ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒഴിവുകൾ കൂടുതലുള്ളിടത്ത് അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതെല്ലാം എങ്ങനെ നോക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ വേക്കൻസി ഒന്ന് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ 12,844 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയർ ഇൻഫർമേഷൻ ടെക്നോളജി 29 ഒഴിവുകൾ. ഡീപോട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ് 227 ഒഴിവുകൾ. കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ് 387 ഒഴിവുകൾ. മൊത്തം 13,487 ഒഴിവുകളുണ്ട്. ഇതൊരിക്കലും കുറയാൻ ചാൻസ് ഇല്ല, ഇതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. റെയിൽവേ ALP ഗ്രൂപ്പ് D വന്നപ്പോൾ നമുക്ക് കണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒഴിവിനേക്കാൾ കൂടുതൽ പിന്നെ വേക്കൻസികൾ കൂടുകയുണ്ടായി. അപ്പോൾ ഇതും അതുപോലെ കൂടാനാണ് ചാൻസ്, കുറയാൻ ചാൻസ് ഇല്ല. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള നമ്മുടെ ക്വാളിഫിക്കേഷന് പറ്റിയ ഏറ്റവും നല്ല പോസ്റ്റ് ഏതാണെന്നും അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഹെയർ ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നമ്മളെ ഓരോ RRBൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് അപേക്ഷിക്കാം. അതിന് മുമ്പ് അതിന് മുകളിലായിട്ട് വേക്കൻസി ടേബിൾ അങ്ങനെ ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ ഇവിടെ നമുക്ക് പോസ്റ്റിൻ്റെ പേര് കാണാം, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, സബ് ഡിപ്പാർട്ട്മെൻറ്റ്, പോസ്റ്റ് കാറ്റഗറി ഇതെല്ലാം കാണാം. അതിനുശേഷം ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ എന്നൊരു ഭാഗം കാണാം. ഇവിടെ നമുക്ക് ഈ ഓരോ പോസ്റ്റുകളിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇവിടെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ചോദിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതെല്ലാമാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എവിടെയെല്ലാം കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ BSc സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയർമാർക്ക് പറ്റുന്നൊരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് സിവിൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ. ആ പോസ്റ്റ് ഇലക്ട്രോണിക്സുകാർക്ക് പറ്റില്ല, അത് സിവിൽ ട്രേഡ് പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അടുത്ത് നോക്കാം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതും അടുത്തതും ജൂനിയർ എഞ്ചിനീയറിംഗ് PY, അതും സിവിൽ എഞ്ചിനീയർമാർക്ക് മാത്രമാണ് പറ്റുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായി നോക്കിയിട്ട് ഇലക്ട്രോണിക്സിന് ഏതാണോ പറ്റുന്നത് അത് കണ്ടുപിടിക്കുക. ഇലക്ട്രോണിക്സാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ എങ്കിൽ മാത്രം ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഏതെല്ലാമാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇതെല്ലാം സിവിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് ട്രാക്ക് മെഷീൻ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത് നമുക്ക് പറ്റും. ഇതിങ്ങനെ നമുക്ക് പറ്റുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള പോസ്റ്റുകളെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളെല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ പോസ്റ്റ് പാരാമീറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് RRB വൈസ് ഡീറ്റെയിൽഡ് വേക്കൻസി അങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ RRBയിലും വരുന്ന ഓരോ പോസ്റ്റുകളുടെയും വിശദമായ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ അഹമ്മദാബാദാണ് ഡീപോട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ്. ജനറൽ കാറ്റഗറിക്ക് 3 ഒഴിവ്, SCക്ക് 1, STക്ക് 1, OBC 1, മൊത്തം 6 ഒഴിവുകൾ. അങ്ങനെ ഓരോ പോസ്റ്റിൻ്റെയും മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കി നമുക്ക് പറ്റുന്ന പോസ്റ്റുകൾ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ, അത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഏത് RRBയിലാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ RRBയിലേക്ക് വേണം നമുക്ക് അപേക്ഷിക്കാൻ. ഇത് പറ്റിയില്ലെങ്കിൽ ഇവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 3 ഇയർ ഡിപ്ലോമ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഡിസിപ്ലിൻ ഓർ ട്രേഡ്, അവിടെ ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നു. പിന്നെ RRB ഫസ്റ്റ് ഞാനിവിടെ ബാംഗ്ലൂർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡെസിഗ്നേഷൻ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റ്, ഇവിടെ ഞാനിവിടെ ജൂനിയർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എക്സ് സർവീസ് മാൻ ആണോ, നോ. PWD നോ. കമ്മ്യൂണിറ്റി OBC, അതിനുശേഷം സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇതിന് പറ്റിയ ഒരു ട്രേഡ് ഈ ബാംഗ്ലൂർ എന്ന RRBയിലില്ല.
അപ്പോൾ നമുക്ക് ആ ട്രേഡ് വെച്ചിട്ട് ബാംഗ്ലൂരിൽ അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റീസെറ്റ് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും സെർച്ച് എടുത്തിട്ട് ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ, ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, RRB തിരുവനന്തപുരം, ഡെസിഗ്നേഷൻ ഇവിടെ ഞാനൊന്നും കൊടുക്കുന്നില്ല, സെലക്ട് എന്ന് മാത്രം കൊടുക്കുന്നു. കമ്മ്യൂണിറ്റി OBC, എക്സ് സർവീസ്മാൻ നോ, PWD നോ, സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സ് വെച്ചിട്ട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ തിരുവനന്തപുരത്ത് ഇതെല്ലാമാണ്. ജൂനിയർ എഞ്ചിനീയറിംഗ് കാരേജ് ആൻഡ് വാഗൺ ടോട്ടൽ 12 ഒഴിവുകൾ. അതേപോലെ ജൂനിയർ എഞ്ചിനീയറിംഗ് S&T സിഗ്നൽ 22 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയർ S&T ടെലികമ്മ്യൂണിക്കേഷൻ 16 ഒഴിവുകൾ. അപ്പോൾ തിരുവനന്തപുരത്തെ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. എനിക്ക് ഇലക്ട്രോണിക്സ് വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന തിരുവനന്തപുരത്തെ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് കിട്ടി. ഇനി തിരുവനന്തപുരം മാറ്റി വേറെ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ചെന്നൈയാണ്. ചെന്നൈ നോക്കുമ്പോൾ ഇത്രയും കുറേ 15ഓളം പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ് 15 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയറിംഗ് കാരേജ് ആൻഡ് വാഗൺ 30 ഒഴിവുകൾ. തിരുവനന്തപുരത്ത് വളരെ കുറവായിരുന്നു, ഇവിടെ 30 ഒഴിവുകളുണ്ട്. ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ TRD 36 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് 142 ഒഴിവുകൾ. നമുക്ക് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള ഏത് പോസ്റ്റാണോ അതേപോലെ ഏത് RRB ആണോ എന്ന് ആദ്യം സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ചെന്നൈയും തിരുവനന്തപുരം മാത്രമേ നോക്കുന്നുള്ളൂ. അതുമാത്രമല്ല മൊത്തം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കി ഏറ്റവും കൂടുതൽ ഒഴിവുള്ള എവിടെയാണോ അത് കണ്ടുപിടിക്കുക, അവിടത്തേക്ക് അപേക്ഷിക്കാം. അതല്ല നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം. പക്ഷേ അവിടെ ഒഴിവുണ്ടോ, ആ ട്രേഡ് അവിടെ ഉണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ ഓൺലൈൻ അപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത RRB, ആ RRB സെലക്ട് ചെയ്യാം. ഇവിടെ ചെന്നൈ ആണെങ്കിൽ ചെന്നൈ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരും. പിന്നെ ഇവിടെ ഐ അക്സെപ്റ്റ് ദാറ്റ് ഐ ഹാവ് ഗോൺ ത്രൂ ഓൾ ഇൻസ്ട്രക്ഷൻസ് അവിടെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ എല്ലാം പൂരിപ്പിക്കുക. ഇവിടെ നെയിം കൊടുക്കുക, റീ എൻ്റർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, മെട്രിക്കുലേഷൻ SLC ബോർഡ്. ഇവിടെ CBSE ആണോ സ്റ്റേറ്റ് ബോർഡാണോ അതാണ് എഴുതേണ്ടത്. പിന്നെ വരുന്നത് മെട്രിക്കുലേഷൻ SLC റോൾ നമ്പർ, ഇയർ ഓഫ് പാസിംഗ് SLC മെട്രിക്കുലേഷൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ സെക്യൂരിറ്റി കോഡ്, പിന്നെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്യാനുള്ള അടുത്ത ഓപ്ഷനിലേക്ക് കടക്കാവുന്നതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്കും അതേപോലെ ഇമെയിൽ IDയിലേക്കും ഒരു ലോഗിൻ IDയും പാസ്വേഡും OTPയും വന്നിട്ടുണ്ടാകും. അത് വെച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ID ഇവിടെ അടിക്കുക, അതുപോലെ പാസ്വേഡും അടിക്കുക, പിന്നെ സെക്യൂരിറ്റി കോഡ്, ശേഷം ലോഗിൻ കൊടുക്കുക. അത് നമ്മുടെ ഇമെയിലിലേക്ക് ഒന്ന് OTP ഫസ്റ്റ് അടിക്കണം. അതിനുശേഷം മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് OTP അടിക്കുക. അതിനുശേഷം സെക്യൂരിറ്റി കോഡ് വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ രജിസ്ട്രേഷൻ പൂർത്തി കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്യണം. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഓർ എഡിറ്റ് ആപ്ലിക്കേഷൻ ഹിയർ. ഇവിടെ അപ്ലൈ ഓർ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റത്തെ SLC മെട്രിക്കുലേഷൻ സെലക്ട് SLC. പിന്നെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഡിപ്ലോമ ആണെങ്കിൽ 3 ഇയർ ഡിപ്ലോമ. ഡിസിപ്ലിൻ ഞങ്ങളുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ട്രേഡ് സെലക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും വിഷയങ്ങളിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം എഞ്ചിനീയറിംഗ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അവിടെ പ്രിന്റിംഗ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ BSc ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, BSc ഉണ്ടെങ്കിൽ കൊടുക്കാം. അതർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് BCA, DO, EA, CA, PGDCA ഇതേതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റൻ ഇതെല്ലാം കൊടുക്കാം. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. കമ്മ്യൂണിറ്റി OBC നോൺ ക്രിമിലിയർ, കേരള, ഡിസ്ട്രിക്ട് വയനാട്, കാസ്റ്റ് അടിച്ചെടുക്കുക. അതിനുശേഷം ജെൻഡർ, റിലീജിയൻ, PWD നോ, എക്സ് സർവീസ്മാൻ നോ, സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി നോ, ഏജ് റിലാക്സേഷൻ ജമ്മു കാശ്മീർ, റെയിൽവേ എംപ്ലോയി നോ, ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് നോ, ഫാമിലി ഇൻകം 50,000 താഴെയാണോ, സെക്യൂരിറ്റി കോഡ് സബ്മിറ്റ് കൊടുക്കുക.
കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. കാരണം എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ മോഡിഫിക്കേഷൻ ഫീ ആയിട്ട് 100 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളെല്ലാം ഇവിടെ ആ ഓർഡറിൽ കൊടുക്കുന്നതാണ്. അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. നമുക്ക് ആ പ്രയോറിറ്റി സെലക്ട് ചെയ്യാം. വേക്കൻസി അനുസരിച്ചോ അല്ലെങ്കിൽ ജോബിൻ്റെ രീതി അനുസരിച്ചോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ആ ഓർഡറിലായിരിക്കും നമുക്ക് ജോലി കിട്ടുക. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവ് വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് ട്രാക്ക് മെഷീൻ, അതിലാണ് 210 ഒഴിവുകൾ. അത് വേണമെങ്കിൽ ഒന്നായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കൺഫേം കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത് സെലക്ട് ചെയ്യേണ്ടത് എക്സാം ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. സെക്യൂരിറ്റി കോഡ്, സബ്മിറ്റ്, കൺഫേം. പിന്നെ അടുത്ത് പേയ്മെൻ്റ് ആണ്. അപ്ലിക്കേഷൻ ഫീ 500 രൂപയാണ് അടയ്ക്കേണ്ടത്. പേയ്മെൻറ്റ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ക്ലിക്ക് ഹിയർ ടു റിട്ടേൺ ദ റെയിൽവേ എക്സാമിനേഷൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഴയ ഇത് നമുക്ക് ചെയ്യേണ്ടത് ഫിൽ അഡീഷണൽ ഡീറ്റെയിൽസ്. ക്വാളിഫിക്കേഷൻ SSLC, സ്റ്റേറ്റ് ബോർഡ്, സ്റ്റേറ്റ് ഇൻ വിച്ച് സ്റ്റഡീഡ്, കേരള, ഡിസ്ട്രിക്റ്റ് വയനാട്, മാർക്ക്, പെർസെൻറ്റേജ്, ഡിപ്ലോമ 3 year ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡേറ്റ് ഓഫ് പാസിംഗ്, ഡീറ്റെയിൽസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ ടൈപ്പ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് അതേഴ്സ്, മദർ ടങ് മലയാളം, ചോയ്സ് ഓഫ് എക്സാം ലാംഗ്വേജ് ഇൻ അഡീഷൻ ടു ഇംഗ്ലീഷ്. നമുക്കിവിടെ ഇംഗ്ലീഷ് കൂടാതെ ബാക്കി നമ്മുടെ മാതൃഭാഷകളും സെലക്ട് ചെയ്യാവുന്നതാണ്. ആസാമീസ്, ബംഗാളി, ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കൊങ്കണി. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുന്നു. പിന്നെ അഡ്രസ്, പിന്നെ 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് ചേർക്കണം. പിന്നെ അടുത്ത് ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ വിച്ച് റീഫണ്ട് ഹാസ് ടു ബി മെയ്ഡ്. നമ്മൾ 500 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അതിൽ 400 രൂപ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. 100 രൂപ മാത്രമേ ഫീസുള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞാൽ 400 രൂപ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. വുഡ് യു ലൈക്ക് ടു റിസീവ് റീഫണ്ട് എമൗണ്ട് ഇൻ ദി സെയിം ബാങ്ക് അക്കൗണ്ട്? യെസ്. ഡു യു എഗ്രി ടു ഷെയർ യുവർ സ്കോർ ഇൻ ദി എക്സാം ബൈ RRBs വിത്ത് അതർ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്, PUCs ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ദെയർ ഓർഗനൈസേഷൻസ്? യെസ്. പിന്നെ സെക്യൂരിറ്റി കോഡാണ്. പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്: അപ്ലോഡ് ഫോട്ടോഗ്രാഫ്, ഫയൽ ഫോർമാറ്റ് JPG, സൈസ് 20 KB മുതൽ 50 KB വരെ. പിന്നെ സിഗ്നേച്ചർ 10 KB ടു 40 KB വരെ. ഫോട്ടോയും ഒപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക, കൺഫേം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം അതേപോലെ കിട്ടുന്നതാണ്. അതൊന്ന് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. പ്രിൻ്റ് എടുത്താൽ മതി. പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ സേവ് ചെയ്താലും മതി. അതിനുശേഷം ഇത് നിങ്ങളെ ഏതെങ്കിലും ഒരു മെയിൽ IDക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്: മോഡിഫിക്കേഷൻ ഫീ, ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ്. നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നമ്മളിനി അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ഫീ 100 രൂപ അടച്ചതിന് ശേഷം മോഡിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കാം. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് അതുപോലെ കിട്ടുന്നതാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. 100 രൂപ ഫീസ് അടയ്ക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഫീസ് അടച്ചിട്ട് മോഡിഫൈ ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.